ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ ചായയെല്ലാം ഒന്ന് വെച്ചെടുക്കുകയാണ്. പാലെല്ലാം നമ്മൾ കാച്ചി കേട്ടോ. ഇന്ന് പാലുണ്ടായിരുന്നില്ല രാവിലേക്ക് ചായ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പാലെല്ലാം വാങ്ങിയിട്ട് വന്ന് കാച്ചിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഒന്ന് ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായയെല്ലാം വെച്ചെടുത്ത് അതിന് ശേഷം ചായയെല്ലാം ഗ്ലാസ്സിലാക്കി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. വലിയ ലെങ്ത് ഒന്നുമില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക്. എല്ലാവരും കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, ഫ്രണ്ടിൽ ഇതുപോലെ വന്നിരുന്നിട്ട് നമ്മുടെ ചായയൊക്കെ ഒന്ന് കുടിക്കുകയാണ് കേട്ടോ. ഇപ്പം നല്ല തണുപ്പായ കാരണം രാവിലെയൊക്കെ എണീക്കാൻ കുറച്ച് മടിയാണല്ലേ. എണീറ്റൊന്ന് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഉഷാറാകും കേട്ടോ. എണീറ്റ് കുളിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഉഷാറാകും, അതുപോലെ ഒരു മടി ഉണ്ടാവും കേട്ടോ. പിന്നെ അതിന് ശേഷം വന്നിട്ട് പിന്നെ ഞാൻ വേഗം തന്നെ നമ്മൾ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തുണ്ട് മീൻ. ഇത് എന്താ പറയുക, സ്രാവ് പോലത്തെ വേറെ ഏതോ മീനിൻ്റെ തുണ്ട് മീനാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ മീൻ വാങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഇതാണ് കേട്ടോ നമ്മൾ കൂട്ടാൻ വെക്കുന്നത്. അപ്പോൾ ഞാൻ അത് ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഭയങ്കര ഉപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്രാവ് പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീനിന്. പക്ഷേ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കണം. എന്താ പറഞ്ഞാൽ ഉപ്പ് നല്ലോണം ഉണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്രാവ് ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്ന് എന്താ പറയുക വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ അങ്ങനെ തുണ്ടുമീൻ നമ്മുടെ കാണുന്ന സമയത്ത് അത് സ്രാവ് ചെറുതായി വെട്ടിക്കൊണ്ട് വന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതല്ല, ഇത് വേറെ ഏതോ മീനിൻ്റെ തുണ്ടുമീനാണ് കേട്ടോ. അത് ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാനത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ചേന വെളിയിൽ കൊണ്ടുപോയിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാഗിൽ സൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷയുടെയും അശ്വിൻ്റെയും സൗണ്ടാണ് കേട്ടോ. ഭയങ്കര സൗണ്ടാണ്. ഉച്ച സമയത്തൊക്കെ നമ്മളിങ്ങനെ സൗണ്ട് ഓവർ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ നമുക്കത് കറക്റ്റായി ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇവരുടെ ഇങ്ങനൊരു സൗണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ ഉച്ചയ്ക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലെ വൈകുന്നേരമായിരിക്കും നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തു. കഷ്ണങ്ങൾ പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഒരു ഉരുളക്കിഴങ്ങ് കേട്ടോ, പിന്നെ കുറച്ച് ചേന, പിന്നെ ഒരു മുരിങ്ങക്കായ്, അതൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് വെക്കുന്നത് പാലക്കാടൻ പുളിങ്കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 1-2 വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കറക്റ്റായിട്ട് കാണിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ചേർത്തു എന്ന് ഇനി പുതുതായി കാണുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. കുറച്ച് പരിപ്പ് വേവിച്ചെടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ചേന, അതുപോലെ ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു മുരിങ്ങക്കായ്, പിന്നെ അതുപോലെ നമ്മുടെ ഉള്ളി ചതച്ചത്, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. പിന്നെ പുളിപ്പിന് ആവശ്യം 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേന ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു വിസിൽ അടിച്ചിട്ട് നമ്മളിത് ഓഫ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമെല്ലാം ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒരു വിസിൽ വരട്ടെ കേട്ടോ. ചേനയായ കാരണം നമ്മൾ കുക്കറിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിൽ ഡയറക്റ്റായി വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ആ സമയം കൊണ്ടുപോയിട്ട് നമ്മുടെ മീനൊക്കെ നന്നായി തന്നെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ തിരുമ്മി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വറക്കുമ്പോഴേക്കും നമ്മുടെ മീനിലേക്ക് എരിവൊക്കെ നന്നായി തന്നെ പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിങ്കറി വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ മീൻ വറുക്കേണ്ട ടൈമും കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അപ്പോഴേക്കും തന്നെ നമ്മുടെ പുളിങ്കറി വിസിലടിച്ചിട്ട് ആവിയെല്ലാം പോയി കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെന്ത് ഓവറായി ഉടഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ടത് കേട്ടോ. അപ്പോൾ തക്കാളിയുടെ പുളിപ്പ് മാത്രം നമുക്ക് മതിയാവില്ല. അത് കാരണം കുറച്ച് പുളി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, പുളിവെള്ളം. അപ്പോൾ കുറച്ച് പുളി ഒഴിച്ചിട്ട് നമ്മൾ പുളിപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ഡാർക്ക് പുളിയായ കാരണം നമ്മുടെ കൂട്ടാൻ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് തേങ്ങയിൽ വേറൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലത്തെ തേങ്ങ ഓവറായിട്ട് അരയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ മുളക് കൃഷിയൊക്കെ വെക്കുമ്പോൾ നന്നായി അരക്കില്ലേ, അത്രയ്ക്ക് അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് നന്നായി തന്നെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കടുക് വറുത്ത് ചേർക്കാം കേട്ടോ. കപ്പൽ മുളക് ഉണ്ടെങ്കിൽ അതുകൂടെ 2 പൊട്ടിച്ചിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് കേട്ടോ ഞാൻ കപ്പൽ മുളക് ചേർക്കാണ്ടിരുന്ന കടുക് മാത്രം ചേർത്തിട്ട് താളിച്ചെടുത്തത്.
പിന്നെ നമ്മളതിലേക്ക് കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അതുപോലെ നമ്മുടെ മല്ലിത്തല അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ അതേ ചീനച്ചട്ടി തന്നെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മീൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അധികം മീനൊന്നുമില്ല, ഒരു ട്രിപ്പായിട്ട് തന്നെ നമുക്ക് വറക്കാനുള്ളൂ. പക്ഷേ വറുത്തിട്ട് നമ്മൾ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സ്രാവ് പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ തുണ്ട് മീനിൽ കുറേശ്ശെ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടത് കഴിക്കുന്നത്. തുണ്ട് മീനിൽ മുള്ളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. സ്രാവ് പോലെ ശ്രദ്ധിക്കാണ്ട് കഴിക്കാൻ പറ്റില്ല. അതിൽ എല്ലാണ് തോന്നുന്നു കേട്ടോ, മുള്ളല്ല എല്ലാണ് തോന്നുന്നു. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിക്കണം കേട്ടോ. പിന്നെ ഞാനത് ചെറിയ മീഡിയം തീയിൽ വെച്ചതിന് ശേഷം വന്നിട്ട് വേഗം തന്നെ ഒന്ന് മിറ്റ് ഒടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പാഞ്ചു ഇന്ന് നേരത്തെ വന്ന് പാല് കുടിച്ചിട്ട് പോയി കേട്ടോ. അപ്പോൾ അതാണ് കാണാണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് മിറ്റ് ഒടിച്ചിട്ട് വന്നിട്ടുണ്ട്, മിറ്റ് ഒടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ പോയി വരുമ്പോഴേക്കും തന്നെ നമ്മുടെ മീൻ ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടാകും ഒരു വശം. അപ്പോൾ നമ്മുടെ മിറ്റൊടിക്കലും മീൻ വറുക്കലും ഏകദേശം ആകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മീൻ അവിടെ ഇട്ടിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ വേഗം വന്നതിന് ശേഷം തീ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ സ്രാവ് മീൻ വറുക്കും പോലെ തന്നെയാണ് കേട്ടോ ഇത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പുളിങ്കറിയും അതുപോലെ നമ്മുടെ ഈ മീൻ വറുത്തതും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീൻ വാങ്ങിയപ്പോൾ പിന്നെ ഒന്ന് പുളിങ്കറി വെക്കാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നുകൂടെ സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗം കൂടെ ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മീനും റെഡിയാകും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പിൽ ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോഴേക്കാണ് നമ്മുടെ സ്രാവ് റെഡിയായി വരുള്ളൂ. അപ്പോൾ ഞാൻ വേഗം തന്നെ ദോശ ഉണ്ടാക്കണം. എന്താ പറയുക, നമ്മുടെ അക്ഷയ്ക്ക് സ്കൂളിൽ പോകാൻ സമയമായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഒന്ന് ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ദോശയ്ക്ക് കഴിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് കറിയൊന്നും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല, പുളിങ്കറി കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ദോശ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഉണ്ടാക്കി അക്ഷയ്ക്ക് കഴിക്കാൻ കൊടുത്തു. കുറേ നാളായിട്ടോ, കുറേ നാളല്ല, ഒരാഴ്ച ആൾ എന്തെങ്കിലും സ്കൂളിലൊക്കെ പോയിട്ട് കേട്ടോ. പനിയൊക്കെ ആയ കാരണം ഇപ്പോൾ ഏകദേശമൊക്കെ പനിയെല്ലാം മാറി. പക്ഷേ ചുമ നന്നായിട്ട് അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല കേട്ടോ. ചുമ പിടിച്ച് അതൊന്ന് മാറാൻ സമയമെടുക്കും. അപ്പോൾ അങ്ങനെ ആൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ ഒന്നും ചെയ്യണം, എന്താ പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയല്ലോ. ഇതുവരെ ഞാൻ ഇത്തിരി മെല്ലെയായിരുന്നു എണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് പറ്റില്ല, എന്താ പറഞ്ഞാൽ സ്കൂളിൽ പോകണ കാരണം വേഗം തന്നെ നമുക്ക് ചോറും കറികളൊക്കെ ആവണമല്ലോ. പിന്നെ അക്ഷയ വേഗം തന്നെ ചോറെല്ലാം ആക്കി അതിന് ശേഷം പിന്നെ എനിക്ക് ടാറ്റയെല്ലാം തന്നിട്ട് അക്ഷയ പോയി കേട്ടോ. പിന്നെ അക്ഷയ പോയതിന് ശേഷം പിന്നെ നമ്മൾ അശ്വിനെ റെഡിയാക്കാനുണ്ട്. അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അക്ഷയ പോയതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് നമ്മുടെ പാത്രമൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുളിങ്കറിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മീൻ വറുത്തതും വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അശ്വിനോട് ചോറ് തരാൻ പറഞ്ഞപ്പോൾ ഇത്തിരി നേരം കഴിഞ്ഞിട്ട് മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയം നമ്മുടെ ഈ ഒഴിച്ച് മാറ്റൽ പരിപാടിയൊക്കെ ഒന്ന് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ മീൻ വറുത്തതിൽ കക്കമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലേ. പക്ഷേ അതൊന്നും അധികം കഴിക്കാൻ പറ്റില്ല, എന്താ പറയുക, എണ്ണ കൂടുതലുള്ളതല്ലേ. പക്ഷേ എന്നാലും കഴിക്കാൻ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതെല്ലാം ഒഴിച്ച് മാറ്റി കഴുകാൻ കൊണ്ടിട്ടു. അതിന് ശേഷം പിന്നെ ഞാൻ അശ്വിന് ചോറ് കൊടുക്കാൻ പോയി കേട്ടോ. അവന് ദോശ വേണ്ട പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവന് ചോറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചോറും പുളിങ്കറി അതുപോലെ ഈ മീൻ വറുത്തതും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കാരണം പിന്നെ അവന് ചോറല്ല ദോശയൊന്നും കൊടുത്തില്ല കേട്ടോ. പിന്നെ വാരി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ തന്നെ കഴിക്കുമ്പോൾ സമയമാവുകയും ചെയ്യും, നേരെ കഴിക്കില്ല കേട്ടോ. പിന്നെ അങ്ങനെ അവൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ എന്താ പറയുക, ഏട്ടനും ദോശയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം അവന് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാനും ഭക്ഷണം കഴിച്ചു കേട്ടോ. ഞാനും ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അശ്വിൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും ചോറ് തന്നെയാണ് കേട്ടോ കഴിച്ചത്. ദോശയൊന്നും കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല, ചോറ് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ നമ്മുടെ അശ്വിൻ സ്കൂളിലേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് അങ്ങനെ സ്കൂളിലേക്ക് പോയി കേട്ടോ. അങ്ങനെ നമ്മുടെ അക്ഷയും അശ്വിനും ഒക്കെ സ്കൂളിലേക്ക് പോയി കേട്ടോ. അതിന് ശേഷം പിന്നെ അവനെ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഏട്ടൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കിനി കുറച്ചുകൂടെ പണികളുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അവൻ പോയതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകാനുണ്ടല്ലോ. നമ്മൾ നേരത്തെ പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് അവിടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, കൂട്ടാൻ വെച്ച കുക്കറും അതുപോലെ നമ്മുടെ മീൻ വറുത്ത പാത്രവും അങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ചായ വെച്ച പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ നമ്മളിന്ന് കഴുകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പാത്രം കഴുകലൊക്കെ ഏകദേശം കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ
നമ്മുടെ വെളിയിലെ അടുക്കള ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കയ്യോടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ നല്ല പൊടി ഉണ്ടാകും കേട്ടോ. എന്താ പറയുക, കാറ്റടിക്കുന്ന കാരണം നമുക്ക് എപ്പോഴും അതിവിടെയൊക്കെ അടിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അതും ഞാൻ കയ്യോടെ തന്നെ ഒന്ന് അടിച്ചെടുത്തു. അതിന് ശേഷം പിന്നെ നമ്മുടെ ചാക്കെല്ലാം ഒന്ന് കുടഞ്ഞ് ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മളിത് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ചാക്കാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ചാക്കിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് കാലൊന്നും തണുക്കില്ല. അപ്പോൾ പിന്നെ നല്ല വൃത്തിക്കിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചാക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അധികം പാത്രങ്ങളൊന്നും നമുക്ക് കഴുകാനില്ല കേട്ടോ. നമ്മളിന്നിപ്പോൾ അധികം റെസിപ്പികളൊന്നും വെച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അധികം പാത്രങ്ങളൊന്നും നമുക്ക് കഴുകാനില്ല. പിന്നെ ഞാൻ വേഗം തന്നെ നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് ഒരുക്കി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം വേഗം തന്നെ വന്നിട്ട് ഒന്ന് കോലായൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് തുടയ്ക്കുന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ അടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഇന്നത്തെ പണിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് രാവിലത്തെ വീഡിയോ പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. രാവിലെ കഴിഞ്ഞ് നമുക്ക് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ കുറച്ച് തിരക്കുണ്ടാവാറുള്ളത്. അങ്ങനെ നമ്മൾ വേഗം തന്നെ ഒന്ന് നമ്മുടെ എല്ലാവിടും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് നല്ല തുണികൾ തിരുമ്പാനുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ തുണികളൊക്കെ ഒന്ന് വെളിയിൽ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 ബക്കറ്റിലായിട്ട് നമ്മൾ തുണികൾ താത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. കളറ് പോണ തുണി ചിലപ്പോൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് 2 പാത്രത്തിലാക്കി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കളറ് പോകുന്ന എന്താ പറയുക, കളറ് പോകാത്ത വെള്ള തുണികളും അതുപോലെ കളറ് പോകുന്നുണ്ടെങ്കിലോ പറഞ്ഞിട്ട് കളറ് തുണികളും വേറെ വേറെ ബക്കറ്റിലാക്കിയിട്ടാണ് കേട്ടോ നമ്മളാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നാളെ 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.